പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ജൂലൈ 1, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്ന് 1-ാം തീയതിയാണ്. കഴിഞ്ഞ മാസത്തേക്കാളും ഒന്നും കൂടി ബെറ്റർ ലെവലിലേക്ക് നമ്മൾ ഈ മാസം കൊണ്ടുവരണം. ഓരോ മാസത്തിൻ്റെ നമ്മുടെ പ്രയത്നം അത് വർദ്ധിപ്പിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. അതിന് നമ്മൾ എഫേർട്ട് ഇട്ടേ പറ്റൂ, ശ്രമിച്ചേ പറ്റൂ. നമുക്ക് അതിനുവേണ്ടി, അതായത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. ഇന്നത്തെ ചില പ്രധാനപ്പെട്ട ഹെഡിങ്സ് ആണ്. ഇന്ത്യ 52 മിലിറ്ററി സാറ്റലൈറ്റ്സ് ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. കേരളത്തിന്റെ പുതിയ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയിട്ട് റവദ ചന്ദ്രശേഖർ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. ബാഡ്മിന്റണിലെ US ഓപ്പൺ ടൈറ്റിൽ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ആയുഷ് ഷെട്ടി. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, റവദ ചന്ദ്രശേഖർ ഈസ് ദ ന്യൂ സ്റ്റേറ്റ് പോലീസ് ചീഫ്. റവദ ചന്ദ്രശേഖർ പുതിയ സംസ്ഥാന പോലീസ് മേധാവി. കേരളത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പോയിൻമെന്റ് ആണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരളത്തിന്റെ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയായി ആരെയാണ് നിയമിച്ചത്? റവദ ചന്ദ്രശേഖർ. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് റവദ ചന്ദ്രശേഖർ ആണ് കേരളത്തിന്റെ പുതിയ ചീഫ് സ്റ്റേറ്റ് പോലീസ് ചീഫ് SPC. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് റവദ ചന്ദ്രശേഖർ ആരിൽ നിന്നാണ് കേരളത്തിന്റെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനം ഏറ്റെടുക്കുന്നത്? SPC ഷെയ്ഖ് ദർവേഷ് സാഹിബ്. സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയിട്ടുള്ള ഷെയ്ഖ് ദർവേഷ് സാഹിബ് അദ്ദേഹം വിരമിക്കുകയാണ്. ആ ഒരു സ്ഥാനത്തേക്കാണിപ്പോൾ റവദ ചന്ദ്രശേഖർ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത്. കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കൂടിയിട്ടുള്ള ക്യാബിനറ്റ് ആണ് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. അതായത് റവദ ചന്ദ്രശേഖർ കേരളത്തിന്റെ പുതിയ പോലീസ് ചീഫ് ആയിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്ന കാര്യം. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, കോർഡിനേഷൻ ലോഞ്ച് ഫസ്റ്റ് എവർ അറ്റ് സീ ഒബ്സർവർ മിഷൻ. കോർഡിനേഷൻ ആദ്യമായി അറ്റ് സീ ഒബ്സർവർ മിഷൻ ലോഞ്ച് ചെയ്തു. കോഡ് എന്ന് പറയുന്ന 4 രാജ്യങ്ങളാണ്. ഏതെല്ലാം ആണ് രാജ്യങ്ങൾ? അറ്റ് സീ ഒബ്സർവർ മിഷൻ ആ ഒരു തീരുമാനം കോഡ് രാഷ്ട്രങ്ങൾ എടുത്തിട്ടുള്ളത് ഏത് കോൺഫറൻസിൽ വെച്ചാണ്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് പ്രഖ്യാപനത്തിന് കീഴിലാണ് കോഡ് രാജ്യങ്ങൾ ആദ്യമായി കോഡ് അറ്റ് സീ ഷിപ്പ് ഒബ്സർവർ മിഷൻ ആരംഭിച്ചത്? വിൽമിംഗ്ടൺ ഡിക്ലറേഷൻ. വിൽമിംഗ്ടൺ ഡിക്ലറേഷൻ ഈ ഒരു പ്രഖ്യാപനത്തിലാണ്, അതായത് സീ ഷിപ്പ് ഒബ്സർവർ മിഷൻ എന്ന സമുദ്രമേഖലയിൽ കൂടുതലായിട്ടുള്ള നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് സീ ഷിപ്പ് ഒബ്സർവർ മിഷൻ. ഈ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് വിൽമിംഗ്ടൺ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷനിലാണ്. കഴിഞ്ഞ വർഷം എടുത്തിട്ടുള്ള തീരുമാനമാണ്, അതായത് സമുദ്രമേഖലയിൽ ഇനിയും കൂടുതലായിട്ടുള്ള നിരീക്ഷണം വേണമെന്നുള്ള തീരുമാനം. ഈ തീരുമാനമെടുത്ത കോഡ് രാജ്യങ്ങൾ ആണിപ്പോൾ കോഡ് അറ്റ് സീ ഷിപ്പ് ഒബ്സർവർ മിഷൻ എന്ന് പറയുന്ന ഈ ഒരു മിഷൻ ആരംഭിച്ചിട്ടുള്ളത്. കോഡിന് കീഴിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്. 4 രാജ്യങ്ങൾ ആണ് കോഡിന്റെ കീഴിൽ വരുന്നത്. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 2024 സെപ്റ്റംബറിൽ നടന്ന കോഡ് ലീഡേഴ്സ് ഉച്ചകോടി പ്രകാരം ഇന്ത്യയിലെ ഏത് സേനയാണ് മറ്റ് കോഡ് രാജ്യങ്ങളുമായുള്ള പ്രവർത്തന ബന്ധം കൂടുതൽ ശക്തമാക്കിയത്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് സമുദ്രമേഖലയിൽ, അതായത് പെട്രോളിംഗ് കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ളത്, സമുദ്ര നിരീക്ഷണം കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഓരോ രാജ്യങ്ങളിലെയും കോസ്റ്റ് ഗാർഡായിട്ട്, അതായത് ഓസ്ട്രേലിയ, ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ഒരു സംയുക്തമായിട്ട് നടത്തുന്ന ഒരു സമുദ്ര നിരീക്ഷണം, അതിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് അതിന്റെ ഭാഗമായിട്ടുള്ളത്. 2024 സെപ്റ്റംബർ 21 ഡെലവേറയിലെ വിൽമിംഗ്ടൺ നടന്ന കോഡ് ലീഡേഴ്സ് ഉച്ചകോടി ആരാണ് ആതിഥ്യം വഹിച്ചത്? US പ്രസിഡന്റ് ജോയ് ബൈഡൻ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു പ്രദേശമാണ് ഡെലാവെയർ. ഡെലാവെയറിലെ വിൽമിംഗ്ടണിൽ നടന്നിട്ടുള്ള 2024 സെപ്റ്റംബർ 21 നടന്നിട്ടുള്ള ആ ഒരു ഉച്ചകോടി, ആ ഒരു കോൺഫറൻസിൽ എടുത്ത തീരുമാനമാണ് സമുദ്രമേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് ഇനിയും നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച്. ആ ഒരു മീറ്റിംഗിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റ് ആയിരുന്ന ജോയ് ബൈഡൻ ആണ്. 2024 സെപ്റ്റംബർ 21 ആ ദിവസം ആ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് വിൽമിംഗ്ടൺ ഡിക്ലറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 4 രാജ്യങ്ങളിലെ പ്രൈം മിനിസ്റ്റേഴ്സ്, പ്രസിഡന്റുമാർ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആയിരുന്നു കോഡ് ഉച്ചകോടിയിൽ പങ്കെടുത്ത വ്യക്തി. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്,
റിയർ അഡ്മിറൽ വി ഗണപതി അസ്യൂം ചാർജ് ആസ് കമാൻഡന്റ് ഓഫ് MIT. MITയുടെ കമാൻഡന്റായി റിയർ അഡ്മിറൽ വി ഗണപതി ചുമതലയേറ്റു. എന്താണ് MIT? റിയർ അഡ്മിറൽ വി ഗണപതി ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കമാൻഡന്റ് ആയിട്ടാണ് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പൂനെയിലെ മിലിറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ കമാൻഡന്റായി ആരാണ് ചുമതലയേൽക്കുന്നത്? റിയർ അഡ്മിറൽ വി ഗണപതി. മിലിറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MIT ഇത് പൂനെയിലാണ്. പൂനെയിലെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന വ്യക്തിയാണ് കമാൻഡന്റ്. 3 സർവീസ്, അതായത് എയർഫോഴ്സ്, ആർമി, നേവി മാറി മാറി ചുമതലയേൽക്കുന്ന ഒരു പോസ്റ്റ് ആണ് കമാൻഡന്റ്. ഈ ഒരു പ്രാവശ്യം ഇപ്പോൾ അതിന്റെ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് റിയർ അഡ്മിറൽ വി ഗണപതിയാണ്. ഈ 3 ഫോഴ്സിന്റെയും ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഓഫീസേഴ്സിന് ഒരു പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ് നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന്റെ മിലിറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. പൂനെയിലെ MITയിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കുന്ന ട്രൈ സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് മിലിറ്ററി ടെക്നോളജിയിൽ MSc ബിരുദം നൽകുന്ന സർവകലാശാല ഏതാണ്? സാവിത്രിഭായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി. പൂനെയിലുള്ള സാവിത്രിഭായ് ഫുലെ യൂണിവേഴ്സിറ്റി MSc ഇൻ മിലിറ്ററി ടെക്നോളജി ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് നൽകുന്നത്. അതായത് പൂനെ മിലിറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ആ ഒരു കോഴ്സ് പൂർത്തിയാക്കുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് നൽകുന്ന ഒരു കോഴ്സ്, ആ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്ന യൂണിവേഴ്സിറ്റി ആണ് സാവിത്രിഭായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യ ടു ഫാസ്റ്റ് ട്രാക്ക് 52 മിലിറ്ററി സാറ്റലൈറ്റ് ഫോർ ബെറ്റർ സർവിലൻസ് അറ്റ് ബോർഡേഴ്സ്. അതിർത്തികളിൽ മികച്ച നിരീക്ഷണത്തിനായി ഇന്ത്യ 52 സൈനിക ഉപഗ്രഹങ്ങൾ വേഗത്തിൽ വിക്ഷേപിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടെടുത്ത തീരുമാനമാണ്. അതായത് പാകിസ്ഥാൻ ചൈന ബോർഡറിലെ അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യനിലും ഇന്ത്യ 52 മിലിറ്ററി സാറ്റലൈറ്റ്സ് ആണ് നിരീക്ഷണത്തിന് വേണ്ടി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2029 അതിർത്തികളുടെ നിരീക്ഷണത്തിനായി ഇന്ത്യ എത്ര പ്രതിരോധ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്നു? 52 സമർപ്പിത നിരീക്ഷണ ഉപഗ്രഹങ്ങൾ, 52 ഡെഡിക്കേറ്റഡ് സർവിലൻസ് സാറ്റലൈറ്റ്സ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ്. മിക്കവാറുമെല്ലാം പേപ്പറിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഡിഫൻസിൽ വന്നിട്ടുള്ള മാറ്റം 52 ഡെഡിക്കേറ്റഡ് സർവിലൻസ് സാറ്റലൈറ്റ് നിരീക്ഷണ സാറ്റലൈറ്റ്സ് ആണ് ഇന്ത്യ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയുടെ കംപ്ലീറ്റ് ബോർഡേഴ്സിൽ 2029 അത് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബഹിരാകാശ നിരീക്ഷണ സംരംഭത്തിന്റെ 3ാം ഘട്ടത്തിൽ ISRO എത്ര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കും? 21 ഉപഗ്രഹങ്ങൾ. ആകെ 52 ഉപഗ്രഹങ്ങൾ. അതിൽ 21 ഉപഗ്രഹങ്ങൾ ISRO ആണ് വിക്ഷേപിക്കാൻ പോകുന്നത്. ബഹിരാകാശ നിരീക്ഷണ സംരംഭത്തിന്റെ 3ാം ഘട്ടത്തിൽ എത്ര സ്വകാര്യ സ്ഥാപനങ്ങൾ 31 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കും? 3 സ്വകാര്യ സ്ഥാപനങ്ങൾ. ആകെ 52 ഉപഗ്രഹങ്ങൾ. അതിൽ 21 സാറ്റലൈറ്റ്സ് ആണ് ISRO. ബാക്കി വരുന്ന 31 സാറ്റലൈറ്റ്സ് അത് വിക്ഷേപിക്കാൻ പോകുന്നത് 3 പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്, 3 സ്വകാര്യ സ്ഥാപനങ്ങളാണ്. ആകെ 52, 21 ISRO വിക്ഷേപിക്കാൻ പോകുന്നത്. അതിർത്തികളുടെ നിരീക്ഷണത്തിനായി വിക്ഷേപിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സ്പേസ് ബേസ് സർവിലൻസ് സംരംഭത്തിന്റെ ചെലവ് എത്രയാണ്? 26,968 കോടി, 26,968 crore ആണ് ഈ ഒരു പ്രൊജക്ടിന് വേണ്ടി. അതായത് 52 സർവിലൻസ് സാറ്റലൈറ്റ്സ് ആണ്, മിലിറ്ററി സാറ്റലൈറ്റ്സ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ISRO അതുപോലെ തന്നെ 3 ഫേംസ് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന തുകയാണ് 26,968 കോടി രൂപ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് പാസഞ്ചർ ട്രെയിൻ ഫെയർസ് മാർജിനലി ഇൻക്രീസ്ഡ്. പാസഞ്ചർ ട്രെയിൻ യാത്രാ നിരക്കുകൾ നേരിയ തോതിൽ വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ്. അതായത് പാസഞ്ചർ ട്രെയിൻസിന്റെ വർധനവ്. ഈയടുത്ത് ഇന്ത്യൻ റെയിൽ വന്നിട്ട് മറ്റൊരു മാറ്റം എന്ന് പറയുമ്പോൾ റിസർവേഷൻ ചാർട്ടിന്റെ ആ ഒരു 4 മണിക്കൂറിന്റെ ദൈർഘ്യം വർദ്ധിപ്പിച്ചുകൊണ്ട് 8 മണിക്കൂർ ആക്കിയത് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിൽ വന്നിരുന്നു. 8 ഹവേഴ്സിലേക്ക് മാറ്റിയത് ട്രെയിൻ പുറപ്പെടുന്നതിന് മുമ്പായിട്ടുള്ള റിസർവേഷൻ ചാർട്ട് പുറത്തിറക്കുമെന്നുള്ള തീരുമാനം. നമുക്ക് ഈ ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ റെയിൽവേ പുതിയ റെയിൽ നിരക്ക് ഏത് തീയതി മുതൽ വർദ്ധിപ്പിച്ചു? 2025 ജൂലൈ 1. ജൂലൈ 1 അതായത് ഇന്ന് ഇന്ത്യൻ റെയിൽവേയിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ ഫെയറിൽ വന്നിട്ടുള്ള ചെറിയൊരു വർധനവാണ് വന്നിട്ടുള്ളത്. ജൂലൈ 1 മുതൽ ഏതാണ്ട് ഒരു 5 വർഷത്തിന് മുമ്പ്
ആണ് ഈ ഒരു നിരക്ക് വന്നിട്ടുള്ളത്, ഒരു മാറ്റം വന്നിട്ടുള്ളത്. അതിനുശേഷം ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ് ഒരു ചെറിയ ലെവലിലുള്ള വർധനവ്. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളുടെ നോൺ AC, സെക്കൻഡ് സ്ലീപ്പർ, ഫസ്റ്റ് ക്ലാസ് എന്നിവയ്ക്കുള്ള റെയിൽ നിരക്ക് എത്രയാണ് വർദ്ധിപ്പിച്ചത്? കിലോമീറ്ററിന് 1 പൈസ. 1 കിലോമീറ്ററിന് 1 പൈസ, അത്രയും ചെറിയൊരു മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യൻ റെയിൽവേ. ജൂലൈ 1 മുതൽ 1 കിലോമീറ്ററിന് 1 പൈസ വെച്ച് മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾ നോൺ AC, സെക്കൻഡ്, സ്ലീപ്പർ, ഫസ്റ്റ് ക്ലാസ് എന്നിവയിലുള്ള ഒരു മാറ്റമാണ്. സാധാരണ ക്ലാസ്സിൽ എത്ര കിലോമീറ്റർ വരെ റെയിൽ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല? 500 കിലോമീറ്റർ വരെ. സാധാരണ ഓർഡിനറി കമ്പാർട്ട്മെന്റ്സിൽ 500 കിലോമീറ്റർ വരെ റെയിൽ ടിക്കറ്റിന് യാതൊരു വർധനവുമില്ല. ഈ ഒരു പുതിയ റെയിൽവേയുടെ നിരക്ക് വന്നിട്ടുള്ളത് ജൂലൈ 1 മുതലാണ്. ഇത് മെയിൽ എക്സ്പ്രസ് ട്രെയിൻ, സെക്കൻഡ് സ്ലീപ്പർ, ഫസ്റ്റ് ക്ലാസ് എന്നിവയിൽ കിലോമീറ്ററിന് 1 പൈസ വെച്ചുള്ള വർധനമാണ് വന്നിട്ടുള്ളത്. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ആയുഷ് ഷെട്ടി വിൻസ് മെയ്ഡൻ US ഓപ്പൺ ടൈറ്റിൽ. തൻവി ശർമ്മ ഫിനിഷസ് ആസ് റണ്ണർ-അപ്പ്. ആയുഷ് ഷെട്ടി കന്നി US ഓപ്പൺ കിരീടം നേടി. തൻവി ശർമ്മ റണ്ണറപ്പായി ഫിനിഷ് ചെയ്തു. US ഓപ്പൺ ടൈറ്റിൽ കരസ്ഥമാക്കുന്ന ഇന്ത്യയിലെ ഈ വർഷത്തെ താരമാണ് ആയുഷ് ഷെട്ടി. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ സീസണിൽ BWF വേൾഡ് ടൂറിൽ US ഓപ്പൺ 2025 നേടിയ ആദ്യത്തെ ഇന്ത്യൻ ഷട്ടിൽ കളിക്കാരൻ ആരാണ്? ആയുഷ് ഷെട്ടി. BWF ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ ഈ വർഷത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നേട്ടമെന്ന് പറയുമ്പോൾ US ഓപ്പൺ 2025 ഇത് ആയുഷ് ഷെട്ടി കരസ്ഥമാക്കി. ആയുഷ് ഷെട്ടി ഇന്ത്യയിലെ പ്രൊഫഷണൽ ഷട്ടിൽ പ്ലെയർ ആണ്. BWF ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ ഈ ഒരു സീസണിലെ ആദ്യത്തെ ഒരു കിരീടമാണ് ആയുഷ് ഷെട്ടി കരസ്ഥമാക്കുന്നത്. 2023 കാനഡ ഓപ്പണിൽ ലക്ഷ്യ സെന്നിന്റെ വിജയത്തിന് ശേഷം വിദേശത്ത് വെച്ച് കിരീടം നേടിയത് ആരാണ്? ആയുഷ് ഷെട്ടി. 2023 കാനഡ ഓപ്പൺ നേടിയിട്ടുള്ള വ്യക്തിയാണ് ലക്ഷ്യ സെൻ. 2 വർഷത്തിന് ശേഷമാണ് ആയുഷ് ഷെട്ടി വിദേശത്ത് ഒരു കിരീടം കരസ്ഥമാക്കുന്നത്. ആയുഷ് ഷെട്ടിയുടെ ആദ്യത്തെ ഒരു കിരീടം കൂടിയാണ് BWF US ഓപ്പൺ 2025. BWF വേൾഡ് ടൂറിൽ US ഓപ്പൺ 2025 വനിതാ സിംഗിൾസിൽ ഇന്ത്യയിൽ നിന്ന് ആരാണ് റണ്ണറപ്പായത്? തൻവി ശർമ്മ. വനിതകളുടെ സിംഗിൾസിൽ തൻവി ശർമ്മയാണ് റണ്ണറപ്പായിട്ടുള്ളത് ഈ ഒരു മത്സരത്തിൽ BWF വേൾഡ് ടൂറിൽ. അതേ മത്സരത്തിൽ മെൻസിന്റെ സിംഗിൾസിലാണെങ്കിൽ ആയുഷ് ഷെട്ടിയാണ് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ലാസ്റ്റ് ഹെഡിങ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ 2025. ദേശീയ ഡോക്ടർമാരുടെ ദിനം 2025. ഇന്ന് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യ ഏത് തീയതിയിലാണ് ദേശീയ ഡോക്ടർമാരുടെ ദിനം ആചരിക്കുന്നത്? ജൂലൈ 1. എല്ലാ വർഷം ജൂലൈ 1 തീയതിയാണ് ഇന്ത്യ നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ആരുടെ ജന്മവാർഷികം ആയി ബന്ധപ്പെട്ടാണ് ഇന്ത്യ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്? പശ്ചിമ ബംഗാളിന്റെ 2ാമത്തെ മുഖ്യമന്ത്രിയും രാജ്യത്തെ ഏറ്റവും ആദരണീയനായ ഡോക്ടറുടെ പേര് ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയ്. ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയ്, ഇദ്ദേഹത്തിന്റെ പേരിലാണ് എല്ലാ വർഷവും നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇദ്ദേഹം വെസ്റ്റ് ബംഗാളിന്റെ 2ാമത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യനായിരുന്നു, ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനവും ജൂലൈ 1. അദ്ദേഹം അന്തരിച്ചതും ജൂലൈ 1 തീയതിയാണ്. 2025 ദേശീയ ഡോക്ടർമാരുടെ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദി ഹീലേഴ്സ്. മുഖമൂടിക്ക് പിന്നിൽ രോഗശാന്തിക്കാരെ സുഖപ്പെടുത്തുന്നത്. ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ് ആണ് 2025 ഇന്ത്യയുടെ നാഷണൽ ഡോക്ടേഴ്സ് ഡേയുടെ തീം. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, അതുമായി ബന്ധപ്പെട്ട ജനറൽ നോളജ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെന്നും ഇതുപോലെ തന്നെ ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.